ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു മ്യൂസിക് വിഷ്വലൈസറിൻ്റെ ഫൈനൽ കട്ട് പ്രോയിലേക്ക് ചെയ്യാനുള്ള ഒരു പ്ലഗിൻ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡോബിൻ്റെ പ്രീമിയർ പ്രോയ്ക്കുള്ള ടെംപ്ലേറ്റ് വല്ല കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കുക എന്നുള്ളത്. അഡോബ് പ്രീമിയർ പ്രോയ്ക്കുള്ള ടെംപ്ലേറ്റോ അല്ലെങ്കിൽ പ്ലഗിനോ ഒന്നും എനിക്ക് കിട്ടിയില്ല. പകരം നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാൻ പറ്റിയൊരു ടെംപ്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്ലഗിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇതാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ടെംപ്ലേറ്റ്, കാർ മ്യൂസിക് വിഷ്വലൈസർ എന്നുള്ളത്. നമുക്ക് ഈ മ്യൂസിക് വിഷ്വലൈസർ ടെംപ്ലേറ്റ് നമുക്ക് റൺ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മ്യൂസിക് വേണം. അപ്പോൾ അതിൽ ഞാൻ ഈ കാണുന്ന ഓൺ ആൻഡ് ഓൺ ഫീഡ് ഡാനിയൽ ലെവി എന്ന് പറഞ്ഞ ഓഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ncs.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് എത്തിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ട്രാക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഡിയോ എന്നുള്ളത്. കാർട്ടൂൺ ചേച്ച ഓൺ ആൻഡ് ഓൺ ഫീഡ് ഡാനിയൽ ലെവി. ഇത് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റാണ്. ഞാൻ ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇത് ഫോണ്ടിൻ്റെ എററാണ്. നമ്മൾ ഈ ഫോണ്ട് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ സോങ്ങിൻ്റെ ടെക്സ്റ്റിൻ്റെ രണ്ട് കോമ്പോസിഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ടെക്സ്റ്റ് ഓപ്പൺ ആക്കാം, അതുപോലെ തന്നെ സോങ്ങും ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഓഡിയോ ഫയൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഡിയോ ഫയൽ. ഇത് തൽക്കാലം നമ്മുടെ സോങ് എന്നുള്ള കോമ്പോസിഷനിലേക്ക് ഇടുക. അപ്പോൾ ഈ ഓഡിയോ ആംപ്ലിറ്റ്യൂഡ് എന്ന സാധനം ഡിലീറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓഡിയോ സെലക്ട് ചെയ്തേക്കുക, എന്നിട്ട് ആനിമേഷനിൽ പോവുക, കീ ഫ്രെയിം അസിസ്റ്റൻറ്റിൽ പോവുക, കൺവേർട്ട് ഓഡിയോ ടു കീ ഫ്രെയിം കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ ഒരു മാർക്കർ കൊടുത്തിട്ടുണ്ട്. സൂം ചെയ്താൽ കാണിച്ചു തരാം. ഈ സെറ്റ് ദിസ് മാർക്കർ എന്നുള്ളതല്ലേ, നമുക്ക് നൈസായിട്ട് ഈ ഓഡിയോ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്തു. അപ്പോൾ ഓഡിയോയിലുള്ള പരിപാടി നമ്മൾ കഴിഞ്ഞു. നമ്മുടെ ടെക്സ്റ്റിലേക്ക് പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് ഡൺ. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ കണ്ടല്ലോ, പാട്ടിൻ്റെ ഫുൾ നെയിം ഇല്ല. നമ്മൾ നൈസായിട്ട് ടെക്സ്റ്റിൽ പോവുക. നൈസായിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. ഇനി അഥവാ സൈസ് കുറയ്ക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തൽക്കാലത്തേക്ക് പഴയ സൈസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ വന്ന ടെക്സ്റ്റ് അങ്ങ് കളയാം. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്കിതിന് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സോങ്ങിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയാം, ഇതിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ്, കമൻറ്റ്, നെയിം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഹെഡിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, കോളംസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവും. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് 3 minutes 28 seconds ആൻഡ് 1 millisecond എന്നുള്ളത്. നമ്മുടെ ഈ ഫൈനൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതായത് ഈ കോമ്പോസിഷനിൽ പോവുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, കോമ്പോസിഷൻ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇത് ഓൾറെഡി 2 മണിക്കൂറത്തേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൽ ചേഞ്ചുകൾ വരുത്താം. ഇപ്പോൾ 2 മണിക്കൂർ കളഞ്ഞ് 0 ആക്കുക. 3 minutes 28 seconds ആൻഡ് 1 millisecond എന്നുള്ളത്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിഷൻ്റെ ഡ്യൂറേഷൻ ഈ നമ്മൾ കൊടുത്ത ഡ്യൂറേഷൻ്റെ അത്രയായിട്ട് ചെറുതാവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകളൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിവിടെ കൺട്രോൾ എന്നുള്ള ഒരു ഐറ്റം കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ എഫക്ട്സിൽ പോവുക, എഫക്റ്റ് കൺട്രോൾസ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ എഫക്റ്റ് കൺട്രോൾസിലാണ് എല്ലാ തരം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളേഴ്സ് ആണെങ്കിൽ അത്, ഓഷ്യൻ്റെ കളറാണെങ്കിൽ അത്,
ഷിപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഷിപ്പിൻ്റെ കളറ്, മൗണ്ടൻ്റെ കളറ്, ബിൽഡിങ്ങിൻ്റെ കളറ്, ക്യാരക്ടറിൻ്റെ കളറ്, പിന്നെ ഈ വണ്ടിയാണെങ്കിലും ഈ ഒന്ന് റോഡാണെങ്കിൽ അതിൻ്റെ കളറ് എല്ലാം ഇവിടുന്ന് തന്നെ മാറ്റാം. ഞാൻ ഇതൊന്നും തൽക്കാലം മാറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി എൻഡിങ് കൂടെ നോക്കുക, കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എൻഡും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി ഇതൊന്ന് സേവ് ചെയ്തേക്കുക. നമുക്ക് ഫയലിൽ പോവുക, എക്സ്പോർട്ടിലോട്ട് പോവുക, ആഡ് ടു റെൻഡർ ക്യൂ. അപ്പോൾ നമുക്കിതിൽ വേണ്ട സെറ്റിങ്ങുകളൊക്കെ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ചൊന്നും മാറ്റുന്നൊന്നുമില്ല. എനിക്കിതിൽ ഒരു കാര്യം കൊണ്ട് ഇതിൻ്റെ ഹാഫ് റെസൊല്യൂഷൻ മതി. അപ്പോൾ നമ്മളിത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിത് എവിടെയാണോ പ്രൊജക്റ്റ് സേവ് ചെയ്ത് അങ്ങോട്ടേക്കായിരിക്കും ചോദിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ അവിടെ തന്നെ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലൊക്കേഷൻ മാറ്റിയിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അവിടെ തന്നെ ഇടുന്നത്. ഇനി റെൻഡർ കൊടുക്കുക. ഇനി ഇത് റെൻഡർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റെൻഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ രാത്രിയിൽ ഓടിക്കുന്ന പോലെ ആയിരിക്കാം, നിങ്ങൾക്കിത് പകലാക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റോഡിൻ്റെ കളർ മാറ്റാം. എല്ലാ സെറ്റിങ്സും ഇതിൽ തന്നെയുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ അതേഴ്സ് എന്നുള്ള ഫോൾഡറിൽ, അത് പ്രീകോംസിൻ്റെ ഉള്ള ഫോൾഡറിനകത്ത് തന്നെ ഇവിടെ ഈ കാർ ആനിമേഷൻ എന്നുള്ള ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്കിതിൽ ഒരുപാട് സെറ്റിങ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻസ് നമുക്കിതിൽ 40, ഇവിടെ ത്രഷോൾഡ് എന്നുള്ള സാധനം 40 എന്നുണ്ട്. അത് കുറയ്ക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ആ ജമ്പിങ് ആക്ഷൻ നമുക്ക് ഇതിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യത്തിനനുസരിച്ച് നമുക്കത് മാറ്റാവുന്നതാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എലമെൻസിന് വേറൊരു പ്രീ കോമ്പോസിഷൻ ലെയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്ലഗിൻ കിട്ടിയില്ലെങ്കിലും തൽക്കാലം ഞാൻ ഒരു ടെംപ്ലേറ്റ് വെച്ച് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ.